ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു മുട്ട കൊണ്ട് നമുക്ക് പ്ലേറ്റ് നിറയെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിലവ് കുറഞ്ഞൊരു സ്നാക്കും കൂടിയാണ്. ഇഫ്താർ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഞാനിതിലേക്ക് 6 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഈ സ്നാക്സിന് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് എത്ര മുളക് പൊടി വേണോ അത്രയ്ക്കും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇതിലേക്ക് ഇനി വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ മയോണൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതുപോലെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി വന്നിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കായിട്ട് ഞാനൊരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള അരിഞ്ഞെടുക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈ വെച്ചിട്ടൊന്ന് പിച്ചിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബ്രെഡ് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ ബ്രെഡെല്ലാം കൂടെ ഈ മസാലയിൽ നന്നായിട്ട് ചേർന്ന് വരണം. ഇനി ഇതിൻ്റെ പാകം അറിയാനായിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ ഉരുട്ടാൻ പാകത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് റെഡിയാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ലൂസായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാനുള്ള ആ ഒരു പരുവത്തിലായി കിട്ടണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 സ്ലൈസ് ബ്രെഡാണ് ഞാൻ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ കയ്യിൽ ചിലപ്പോൾ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 കയ്യിലും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ബോൾ ഷേപ്പായിട്ട് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് റോളാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഓരോന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റൗണ്ടായിട്ടോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും ഉരുട്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഈ രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ 4 വശവും നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി എല്ലാതും വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ മാവ് വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ഷേപ്പാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു 6
ബ്രെഡ് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. ഓരോ സ്നാക്കും എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ട് എടുക്കണം. ഇതിൻ്റെ എല്ലാ വശവും ബ്രെഡ് ക്രംസ് കൊണ്ട് മൂടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ വശവും ഒന്ന് കൈ വെച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. എല്ലാ സ്നാക്കും ഞാനിപ്പോൾ ബ്രെഡിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോ സ്നാക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നും ഇതുപോലെ ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇത് ഇട്ട പാടെ മറിച്ചിടാൻ നിൽക്കരുത്. കുറച്ച് സമയം ഒരു 2 മിനിറ്റ് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ വശം ഒന്ന് ക്രിസ്പായിട്ട് വന്നതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 വശവും നല്ല ക്രിസ്പിയായി വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ എല്ലാ സ്നാക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവൂ. ഇതിൽ മയോണൈസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് വരുന്നത്. പിന്നെ നമുക്ക് ഷവർമ്മയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഈ സ്നാക്ക് കഴിക്കുമ്പോൾ തോന്നുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇന്നത്തെ സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.